ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും പുതിയ മൂവിയാണ് സീ യു സൂൺ. ഇതിൻ്റെ ട്രെയിലർ കണ്ടതെന്ന് മനസ്സിലായത് ഇതിൽ കൂടുതലും ചാറ്റിങ്ങും പിന്നെ അതുപോലെ വീഡിയോ കോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പേര് തന്നെ നോക്കുക, സീ യു സൂൺ. ഇതൊരു വാട്സാപ്പ് കോൺവെർസേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളൊരു അബ്രിവിയേഷനാണ്. അപ്പോൾ വാട്സാപ്പിൽ മാത്രമല്ല, ടെക്സ്റ്റ് മെസ്സേജിലാണെങ്കിലും ഈവൻ പ്രൊഫഷണൽ കോൺവെർസേഷനിലാണെങ്കിലും നമ്മൾ ഇതുപോലത്തെ ഒരുപാട് അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ കുറേ അബ്രിവിയേഷൻസിനെ പറ്റിയാണ്. നമ്മൾ ഈ അബ്രിവിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ പണ്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജിങ് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചാറ്റിംഗ് ഒക്കെ വരുന്നതിന് മുൻപ് ഒരു ടെക്സ്റ്റ് മെസ്സേജിന് 160 ക്യാരക്ടേഴ്സിൻ്റെ ലിമിറ്റ് ആയിരുന്നു. അപ്പോൾ 161ാമത്തെ ക്യാരക്ടർ നമ്മൾ ടൈപ്പ് ചെയ്താൽ അവർ 2 മെസ്സേജിനാണ് നമ്മളെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ചിലവ് കുറയ്ക്കാനും പിന്നെ നമ്മളുടെ കുറച്ച് മടി കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബ്രിവിയേഷൻസ് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ മടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളത് ഇപ്പോഴും യൂസ് ചെയ്യുന്നു. അതേപോലെ പ്രൊഫഷണൽ സ്പേസിലും പണ്ടൊന്നും ഇതൊന്നും കൂടുതൽ അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ഇപ്പോൾ പ്രൊഫഷണൽ സ്പേസിലും ഒരുപാട് അബ്രിവിയേഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അബ്രിവിയേഷൻസ് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. GM, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്. ഇത് നമ്മൾ പേഴ്സണൽ സ്പേസിലും പ്രൊഫഷണൽ സ്പേസിലും ഒരേപോലെ യൂസ് ചെയ്യുന്ന അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അബ്രിവിയേഷൻസ് തന്നെയാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും പറയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് NP ആൻഡ് WC. NP എന്താണ്? നോ പ്രോബ്ലം. ആൻഡ് WC ഈസ് വെൽക്കം. ഇതും നമ്മൾ എപ്പോഴും ഈവൻ പ്രൊഫഷണൽ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും എന്തെങ്കിലും കോൺവെർസേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 അബ്രിവിയേഷൻസ് ആണ് NPയും WCയും. അടുത്തത് CU ആൻഡ് RU. CU എന്ന് പറയുന്നത് ഫുൾ ഒരു വേർഡ് സെൻറ്റൻസ് പറയുന്നതിനെക്കാട്ടിലും വെറുതെ C എന്ന ലെറ്ററും U എന്ന ലെറ്ററും മാത്രം യൂസ് ചെയ്ത് പറയുന്നതാണ്. അതേപോലെയാണ് RU. ആർ യു ദേർ, ആർ യു ഹിയർ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മൾ ഫുൾ വേർഡ് എഴുതാതെ RU എന്ന ലെറ്റേഴ്സ് മാത്രം നമ്മൾ എഴുതി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇത് കൂടുതലും പേഴ്സണൽ കോൺവെർസേഷനിലാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. പ്രൊഫഷണൽ കോൺവെർസേഷനിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തത് LOL ആൻഡ് ROFL. LOL വളരെ സുപരിചിതമായുള്ള കാര്യം തന്നെയാണ്. ലാഫ് ഔട്ട് ലൗഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോമഡിയൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോഴാണ് LOL എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒരു അടുത്ത ലെവലാണ് ROFL. ചിരിച്ച് നമ്മളിങ്ങനെ തറയിൽ കിടന്ന് ഉരുളുകയാണ് എന്ന് പറയുന്നതിനാണ് ROFL എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് IDK, IKR ആൻഡ് OMG. IDK എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ. ഇതും നമ്മൾ കൂടുതലും പേഴ്സണൽ കോൺവെർസേഷനിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ IKR ഇതും നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷനിൽ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടേമാണ്. ഐ നോ റൈറ്റ് എന്നത്. IKR ഐ നോ റൈറ്റ്. OMG എന്താണ്? ഓ മൈ ഗോഡ്. ഇത് നമ്മളിങ്ങനെ ഭയങ്കര ഒരു സർപ്രൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഓ മൈ ഗോഡ് എന്നതിന് പകരം OMG എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അടുത്തത് FYI, FYA, FYIP. FYI എന്നത് ഫോർ യുവർ ഇൻഫർമേഷൻ, FYA എന്നാൽ ഫോർ യുവർ ആക്ഷൻ, FYI ആൻഡ് A എന്ന് ചിലപ്പോൾ യൂസ് ചെയ്യും, അത് ഫോർ യുവർ ഇൻഫർമേഷൻ ആൻഡ് ആക്ഷൻ. FYIP എന്നാൽ ഫോർ യുവർ ഇൻഫർമേഷൻ പ്ലീസ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് അയക്കുകയാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പൊളൈറ്റായിട്ട് നമ്മൾ പറയുന്നതാണ് ഫോർ യുവർ ഇൻഫർമേഷൻ പ്ലീസ്, അതായത് FYIP. ഇത് നമ്മൾ കൂടുതലും പ്രൊഫഷണൽ സ്പേസിലാണ് ഈ ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ പ്രൊഫഷണൽ സ്പേസിൽ യൂസ് ചെയ്യുന്ന മറ്റ് ചില അബ്രിവിയേഷൻസ് ആണ് TBA, TBD, TBC ഒക്കെ. TBA എന്നാൽ ടു ബി അനൗൺസ്ഡ്, TBD എന്നാൽ ടു ബി ഡൺ, TBC എന്നാൽ ടു ബി കൺഫേംഡ്. ഇത് നമ്മൾ കൂടുതലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്ന കാര്യം ഇന്ന സമയത്ത് നടത്തണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഡേറ്റ് ഒന്നും കൊടുക്കാൻ നമ്മൾ ഇതുവരെയും പ്ലാൻ ആയിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ TBA, TBD ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ടേംസ് നമ്മൾ യൂസ് ചെയ്യും. അടുത്തത് BRB എന്നാൽ ബി റൈറ്റ് ബാക്ക്. നമ്മളൊരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും മറ്റൊരു അത്യാവശ്യ കാര്യം നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ BRB എന്ന് പറഞ്ഞിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്തിട്ട് പോവാം. കോമണായി യൂസ് ചെയ്യുന്ന മറ്റ് ചില അബ്രിവിയേഷൻസ് ആണ് COB, EOD, EOM ഒക്കെ. COB എന്നാൽ ക്ലോസ് ഓഫ് ബിസിനസ്. ഇപ്പം നമ്മളോട് ഇന്ന കാര്യം എപ്പോൾ തീരും എന്ന് ചോദിച്ചാൽ ബൈ ക്ലോസ് ഓഫ് ബിസിനസ് എന്ന് പറയാമെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ പരിപാടി തീരുന്നതിന് മുമ്പ് നമ്മൾ ഈ ജോലി ചെയ്തു തീർത്തിരിക്കും എന്ന് പറയുന്നതാണ്. ഇറ്റ് വിൽ ബി ഡൺ ബൈ COB, അതായത് ഇറ്റ് വിൽ ബി ഡൺ ബൈ ദ ക്ലോസ് ഓഫ് ബിസിനസ്. അതേപോലെ തന്നെ വേറൊരെണ്ണമാണ് EOD എന്നാൽ എൻഡ് ഓഫ് ഡേ. അതും ക്ലോസ് ഓഫ് ബിസിനസ്സും ഏകദേശം സെയിം മീനിങ് ഒക്കെ തന്നെയാണ്. എൻഡ് ഓഫ് ഡേ, വെൻ വിൽ ദിസ് ബി ഡൺ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ഡൺ ബൈ എൻഡ് ഓഫ് ഡേ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡൺ ബൈ EOD എന്ന് നമ്മൾ സാധാരണ പറയും. EOM എന്നത്
എൻഡ് ഓഫ് മെസ്സേജ്, അതായത് ആർക്കെങ്കിലും ഒരു ഷോർട്ട് ഒരു ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എൻഡിൽ EOM, അതായത് എൻഡ് ഓഫ് മെസ്സേജ് എന്ന് പറഞ്ഞ് നമ്മൾ അയക്കാറുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണ്ടന്റ്, ഇതിൽ കൂടുതൽ കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് EOM എന്ന് നമ്മൾ അബ്രീവിയേഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു അബ്രിവിയേഷനാണ് WRT. WRT ഈസ് വിത്ത് റെഫറൻസ് ടു. നമ്മൾ പണ്ടൊരു മെയിൽ അയച്ചു, അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടൊരു ഇമെയിലൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ WRT ദ മെയിൽ ഐ സെൻഡ് ഓൺ സോ ആൻഡ് സോ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി TTYL എന്നാൽ ടോക്ക് ടു യു ലേറ്റർ. ഇത് കൂടുതലും നമ്മൾ പേഴ്സണൽ സ്പേസിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറേ സംസാരിച്ചു, ഇനിയിപ്പം പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാമെന്ന് പറയുമ്പോൾ കൂടുതലൊന്നും വലിച്ചു നീട്ടാതെ TTYL എന്ന് പറയാം. അതായത് ലെറ്റ്സ് എൻഡ് ദിസ് കോൺവെർസേഷൻ ഹിയർ എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് TTYL എന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. ലാസ്റ്റ് 2 അബ്രീവിയേഷൻസ് കൂടി നോക്കാം, BTW ആൻഡ് GR8. BTW is by the way, how are your parents? ഇതൊക്കെ നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷനിൽ നമ്മൾ ഓഫ് ദി ടോപ്പിക് നമുക്ക് എന്തെങ്കിലും ചോദിക്കേണ്ടപ്പോഴാണ് നമ്മളിങ്ങനെ ബൈ ദ വേ എന്ന ടേം യൂസ് ചെയ്യുന്നത്, അതായത് BTW എന്ന് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഇസ് GR8, അതായത് ഗ്രേറ്റ് എന്ന്. നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ എഴുത്തിൽ ഒന്നും ലാഭിക്കുന്നില്ല, പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു അബ്രിവിയേഷൻ ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. GR8 എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് ഗ്രേറ്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലിസ്റ്റ് ഓഫ് അബ്രിവിയേഷൻസ് ദാറ്റ് വി ആർ കോമൺലി യൂസിങ് ഇൻ പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ സ്പേസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.